ഹലോ, അസ്സലാമു അലൈക്കും. പുതിയ വീഡിയോയിലേക്ക് എല്ലാ മുത്തുമണികൾക്കും സ്വാഗതം. എന്തൊക്കെയാണ് മക്കളെ എല്ലാവരും വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? നമുക്ക് സുഖം തന്നെയാണ് കേട്ടോ. നല്ല മഴയും കാര്യങ്ങളൊക്കെയാണല്ലേ. എല്ലാവരും നല്ല സേഫായിട്ട് ഇരിക്കണമെന്നൊക്കെ വിചാരിക്കണം. നമ്മളും വലിയ കുഴപ്പമൊന്നുമില്ലാതെ ഇരിക്കുകയാണ്. പിന്നെ ഞാൻ ഒന്നും ശരിക്കും തുറന്ന് പറഞ്ഞിട്ടില്ല. നമ്മൾ ഫാം നിർത്തിയെന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ. ഫാമിൽ ഒക്കെ നല്ല രീതിയിലൊക്കെ ഉള്ള പോക്കൊക്കെ തന്നെയായിരുന്നു. പിന്നെ വേസ്റ്റ് വെള്ളം അടിക്കുന്നതൊക്കെ അയൽവാസികൾക്കൊക്കെ വാസനയാണ്, മറ്റേതാണ് മറിച്ചാണ് എന്നൊക്കെ പറഞ്ഞ് പിന്നെ നമ്മളാണെങ്കിലും മൂന്നും കൂടി നമുക്ക് കൊണ്ടടക്കാൻ കഴിയണില്ല. അത് ഏതെങ്കിലും ഒന്ന് ഒഴിവാക്കാന്നുള്ളൊരു രീതിയിൽ തന്നെയായിരുന്നു ഫാം തന്നെയാണ് ഒഴിവാക്കാമെന്ന് വിചാരിച്ചിരുന്നത്. അപ്പോൾ പിന്നെ അയൽവാസികൾക്കൊക്കെ ബുദ്ധിമുട്ടാണ് എന്നൊക്കെ പറഞ്ഞ് പിന്നെ എല്ലാവർക്കും ഒരു എന്താ പറയുക, നമ്മളെ മലയാളത്തിൻ്റെ മലപ്പുറം ഭാഷയിൽ പറഞ്ഞൊരു കണ്ണുകടി. എല്ലാം കൂടി പശുക്കളും ഉണ്ട്, ഫാമും ഉണ്ട്, ചിക്കൻ കടിയുണ്ട്, തുണിക്കടിയുണ്ട്, അങ്ങനെ എല്ലാം കൂടെ ഒക്കെ ആയിട്ട് ഒരു സൈസ് കണ്ണുകടി. ആ ഫാമിൽ നിന്ന് പശുക്കളെ വളർത്തുന്നവർക്കറിയാം അതിൽ നിന്നൊക്കെ ഇപ്പം എത്ര നമുക്ക് കിട്ടുക എന്നുള്ളത്. നമ്മളും തന്നെ അത് ഒഴിവാക്കണം എന്നുള്ളൊരു രീതി തന്നെയായിരുന്നു കേട്ടോ. പിന്നെ അവറ്റകളോടുള്ള ഇഷ്ടം കൊണ്ട് അതിങ്ങനെ മുന്നോട്ട് പോകുമായിരുന്നു. പിന്നെ താത്താൻ്റെത് കൂടി വേറെ മോൻ്റെ കല്യാണമൊക്കെ നോക്കി തുടങ്ങിയപ്പോൾ ഓളെ പശുക്കളും കൂടി നമ്മളെ ഫാമൊക്കെ മാറ്റിയിട്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് അറിയാലോ, ഒരു പെൺകുട്ടികൾക്ക് കല്യാണം ശരിയാവാനല്ല ഇപ്പോഴത്തെ കാലത്ത് പ്രയാസം, ആൺകുട്ടികൾക്കാണല്ലേ. എന്നാലും അൽഹംദുലില്ലാ കല്യാണമൊക്കെ ശരിയായി. അവൻ ആഗ്രഹിച്ച പോലെ തന്നെ ഒരു പെണ്ണിനെ കിട്ടി. അൽഹംദുലില്ലാ പടച്ചവനോട് ഒരുപാട് നന്ദി നമുക്ക് പറയാം. പിന്നെ അപ്പോൾ അതിനു വേണ്ടിയായിരുന്നു ഓളോടൊന്നും ഫാം ഇങ്ങോട്ട് മാറ്റിയതെന്ന് പറയാം. അങ്ങനെ ഓളെ പശുക്കളും കൂടി വന്നപ്പോഴേ നമ്മളെ അടുക്കുള്ളവർക്കൊക്കെ വിചാരം, അയൽവാസികളൊക്കെ വിചാരം ഒറ്റയടിക്ക് ഒരു 6 എണ്ണം കൂടി വന്നീരെ, അത് നമ്മളത് എണ്ണം കൂട്ടിയതാണോ നമുക്ക് ഒരു സൈസ് ഒരു കുശുമ്പുണ്ടല്ലോ, അതന്നെ പറയാം. അപ്പോൾ അങ്ങനെയൊക്കെ ഓരോന്നിത് വന്നു. അപ്പോൾ നമുക്ക് തന്നെ അതിക്കൊരു ആളുകൾ ഇങ്ങനെ പറയുമ്പോൾ നമുക്കിങ്ങനെ എത്രയെന്ന് വെച്ചിട്ട് ഇങ്ങനെ ഓരോരുത്തരും ഇതും കേട്ട് നിൽക്കുക. അപ്പോൾ നമ്മളെ ഓണറാണെങ്കിൽ പറഞ്ഞു, പിന്നെ 5-6 മാസം കൊണ്ടാണെങ്കിലൊക്കെ നിങ്ങൾ മാറാൻ നോക്കിയിട്ടാന്ന് പറഞ്ഞു. അപ്പം ഞാനൊരു തീരുമാനം എടുത്തു, നമുക്കിനി പശുക്കൾ വേണ്ട, ഓക്ക് കുറച്ചാലും കൂടി ഏറ്റവും നോക്കേണ്ട ഒരു സാഹചര്യത്തിലാണ് ഓൾ മുന്നോട്ട് പോകേണ്ടത്. ഞങ്ങൾക്കിപ്പോൾ ഇനി കാക്കാക്ക് ചിക്കൻ കടയാണെങ്കിൽ എനിക്ക് ഷോപ്പാണെങ്കിലും നോക്കി നടത്താൻ എമ്പാടും ഇതന്നെ മതി. പഠിച്ചവന് ജിമ്മിൽ വർക്കത്ത് സെറ്റ്, അതാണ് ഏത് സമയം പ്രാർത്ഥന. അപ്പോൾ അങ്ങനെയൊക്കെ ആയിരുന്നു നമ്മൾ കാര്യങ്ങളെന്ന് പറയാം. അപ്പോൾ അങ്ങനെ പശുക്കൾ ഓരോരുത്തരായിട്ടാണ് നമ്മൾ ഒഴിവാക്കിയത്. ഒഴിവാക്കിയ പൈസ കൊണ്ട് നമ്മൾ ഷോപ്പൊന്ന് ഉഷാറാക്കി കുറച്ചൊന്ന് മെച്ചപ്പെടുത്തി ആ പൈസ ഇതിമൊക്കെ ഇറക്കിയതാണ്. കടവും കാര്യമൊക്കെ അവിടെ കിടക്കുന്നുണ്ട്, അതൊക്കെ അതിൻ്റെ നിലക്ക് അങ്ങനെ അതുകൊണ്ട് പോകുന്നുണ്ട്. പശുക്കളെ വാങ്ങാനൊക്കെ നമ്മൾ KCC ലോണൊക്കെ എടുത്തിരുന്നു, ആ കടവൊക്കെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഇപ്പം എന്താ പറയുക, അപ്പോൾ ഒരു പശുവിന് 2 പശുവിന് താത്തന്നെ വാങ്ങിയതായിരുന്നു. നല്ല പശുക്കളൊക്കെ ഒരു പിന്നെ പുറത്ത് കൊടുക്കാൻ ഒരു വേദനയായിട്ട് ഓളന്നെ വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഒരു പശുവിനെ ഒരു 9 മാസം ചെന പൂർത്തിയാവാനായി തുടങ്ങിയത്. അപ്പോൾ ഇങ്ങനെ വില കിട്ടണില്ല എന്ന് പറഞ്ഞപ്പോൾ അതായത് അവൾ പ്രസവിച്ചിട്ട് കൊടുക്കാതിരിച്ച് അവിടെ നിർത്തിയതായിരുന്നു. എന്ത് പറയാനാ, ഉണ്ടെങ്കിൽ ഇപ്പോൾ ഈ മാസം ലാസ്റ്റ് പ്രസവിക്കേണ്ടതാണ്. ഒരാഴ്ച മുന്നേ പശു നമ്മളെ പെരുന്നാളിൻ്റെ തലേന്ന് പശു എണീക്കാൻ വയ്യാതായി. പിന്നെ ഒരു നല്ല ട്രീറ്റ്മെൻറ്റ് കൊടുത്തു, 3-4 ഡോക്ടർമാരൊക്കെ വന്ന്. എന്തായാലും അത് പോയി. പെരുന്നാൾ കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞേക്ക് പശു ചത്തു. നമ്മളാണെങ്കിൽ ഇൻഷുറും ചെയ്തിട്ടില്ലായിരുന്നു, കൊടുക്കല്ലേ വിചാരിച്ച് ചെയ്യാതിരുന്നതാണ്. നമുക്ക് വരാനുള്ളതൊക്കെ നമുക്ക് തന്നെ വരണ്ടല്ലേ, വരാനുള്ളത് വൈക്കത്തൊന്നുമില്ല. അങ്ങനെയൊക്കെ കരുതി സമാധാനിച്ചു. അതിലും വലിയതൊക്കെ നഷ്ടങ്ങൾ വന്നിട്ടും നമ്മൾ ശ്രമിച്ചില്ലേ. ഞാനതങ്ങോട്ട് ആലോചിക്കല, എന്ത് ബുദ്ധിമുട്ട് വന്നാലും ഇതിനേക്കാളേറെ പ്രതിസന്ധിയിൽ മുന്നോട്ട് തരണം ചെയ്ത് മുന്നോട്ട് വന്നില്ലേ, ഇനിയിപ്പോൾ എന്താ ഇതൊക്കെയാണെന്ന് വിചാരിക്കും. അങ്ങനെ എന്ത് ചെയ്യാലും നമുക്കൊരു പേടിട്ടാ. പിന്നെ അങ്ങനെ അവിടെ പശുക്കളെ നിർത്താൻ, ഓളതും പ്രസവിക്കാനായ പശുക്കളൊക്കെ ഉണ്ട്. ഇനി എന്തേ അസുഖം വരുമോ എന്തേ ഒന്നുമിൽ പേടിച്ചാൽ വലിയ ഒന്ന് നമുക്ക് വന്നാൽ പിന്നെ എല്ലാ കാര്യത്തിലും പേടിയില്ല. അപ്പോൾ ഓളെ പശുക്കളെ തൽക്കാലം നമ്മളാരും മുന്നിൽ തളരൂല. എനിക്ക് ഇൻ്റേത് ഏതായാലും ഒഴിവായി, ചത്തും പോയി, അതങ്ങനെ വിചാരിക്കുക.
പിന്നെ ഓളതായിരുന്നു പേടി, ഓളതിന് എന്തെങ്കിലും സംഭവിക്കുമെന്ന്. അപ്പോൾ ഓളെ നാട്ടിൽ തന്നെ ചെറിയൊരു ഫാം രീതിയിലുള്ളത്, ഒരു തൊഴുത്ത് 6 പശുക്കളുള്ളത് നമുക്ക് കിട്ടി. അൽഹംദുലില്ലാ. പൈസ ഒന്നും മുടക്കേണ്ടി വന്നില്ല. നമ്മളൊക്കെ കാരണം ആദ്യത്തെ ഫാമിലും ഇപ്പത്തും ഫാം ഉണ്ടാക്കി തന്നത് ഓണർമാരാണെങ്കിൽ ഒരുപാട് പൈസ നമുക്ക് ചിലവായിട്ടുണ്ട്. ഓരോ കറണ്ടിൻ്റെ കാര്യത്തിന്, ബാത്റൂം ഉണ്ടാക്കുക, അങ്ങനെ ഒരുപാട് മറ്റോടത്ത് വേസ്റ്റ് വെള്ളത്തിനുള്ള കുഴി ഉണ്ടാക്കാനായിട്ട് ഒരുപാട് പൈസ ചിലവായിട്ടുണ്ട്. ഇപ്പോൾ ചിലവായതൊന്നും നമ്മൾ കണക്കിലെടുക്കണില്ല. പോകാനുള്ളത് പോകും, വരാനുള്ളത് വരും, അങ്ങനെ കരുതി ഓരോ ദിവസം മുന്നോട്ട് പോകണത്. അപ്പോൾ ഓളെ പശുക്കളൊക്കെ അങ്ങോട്ട് കൊണ്ടുപോയി. പശുക്കളെ കാണാൻ ഞാൻ മിഞ്ഞാന്ന് പോയിരുന്നു. അതൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ട്, നമ്മൾ വീഡിയോയിൽ വിട്ടിട്ടുണ്ട്. അപ്പോൾ ഏത് പ്രതിസന്ധിയിലും നമ്മൾ തളരൂല, നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നു. അതാണ് നമുക്ക് എല്ലാവർക്കും വേണ്ടത്. ജീവിതമല്ലേ, ഇങ്ങനെയൊക്കെ തന്നെ ഈ കാലം. ഒരുപാട് പൈസ കൈമ നഷ്ടം വന്നിട്ടുണ്ട്. ഇനി ഇവിടുന്നാണ്ട് നഷ്ടം വരാത്ത കോലത്തിലുള്ളത് ബിസിനസ് മുന്നോട്ട് പോകാനാണ് ശ്രമിക്കുന്നത്. അപ്പോൾ ഫാമിൻ്റെ വീഡിയോ ഇനി അങ്ങനെ ഉണ്ടാവില്ല കേട്ടോ. ഓരോ അടുത്ത് പോകുമ്പോഴൊക്കെ ഉണ്ടാവുള്ളൂ. എപ്പോഴെങ്കിലും പോവുകയാണെങ്കിൽ നമ്മൾ ആ ഫാമിൻ്റെ ഇടയ്ക്കിടയ്ക്ക് വിട്ടിട്ടുണ്ട്. പിന്നെ അതൊക്കെയാണ് ഇപ്പോൾ നിങ്ങളോട് പറയാനുള്ളത്. നമ്മളൊന്നും തുറന്ന് പറഞ്ഞിട്ടില്ലല്ലോ. പിന്നെ ഷോപ്പിട്ടത് പിന്നെ വിട്ടിരുന്ന് ഇടയ്ക്കൊക്കെ അങ്ങനെ ഓടാത്തതുകൊണ്ട് നമുക്ക് മനസ്സിലൊരു മടുപ്പ് വരികയാണ്. അപ്പോൾ അതാണ് വിടാത്തത്. എന്തെങ്കിലും ഒരു വീഡിയോ ആയിട്ടൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഇതിനുള്ള കാര്യങ്ങൾ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കല്. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ മക്കൾ. നിങ്ങൾ ലൈക്കാണ്, നിങ്ങൾ സപ്പോർട്ടാണ് ഇതുവരെ നമ്മളിവിടെ എത്തിച്ചത്. അപ്പോൾ എന്തെങ്കിലും വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരട്ടെ. അസ്സലാമു അലൈക്കും.